എൻ്റെ സൗഹൃദത്തിന് എപ്പോഴും മണിച്ചേട്ടൻ എൻ്റെ ഒരു ഗുരുസ്ഥാനീയനായിട്ട് ഞാൻ കരുതുന്നതാണ്. ഞാനിതിന് മുമ്പും ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായ സമയത്തും ഒക്കെ ഞാൻ വന്നിട്ടുണ്ട്. നാളെ NSSൻ്റെ തിരുവല്ല താലൂക്ക് യൂണിയൻ അതിൻ്റെ സമ്മേളനമുണ്ട്. ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. എല്ലാ ഘടകങ്ങളിൽ നിന്ന് ആൾ വരുന്നതാണ്. തിരുവല്ലയിൽ വെച്ചിട്ടാണ് 2 മണിക്ക്. അപ്പോൾ അതും ഉള്ളത് കൊണ്ടും പിന്നെ ഇന്നൊരു BJP ഒരു പ്രധാനപ്പെട്ട ആളുടെ മാരേജ് ഇവിടെ ഉള്ളത് കൊണ്ടുമാണ് ഞാൻ വന്നപ്പോൾ ഇന്ന് കണ്ടു. അല്ല, ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. NSS എന്നും ബ്ലെസ്സിങ്സ്, അതിൽ ഞങ്ങൾ പലർക്കും ബ്ലെസ്സിങ്സ് എൽക്കാലം തന്നിട്ടുള്ളവരാണ്. അതുകൊണ്ട് നന്ദിപൂർവ്വം അതിനെ സ്മരിക്കുന്നയാളാണ്. പിന്നെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അത് ഞാനിവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിയമനിർമ്മാണം നടത്താൻ കഴിയുമായിരുന്നില്ലേ സാർ? അങ്ങനെ ഈ ശബരിമല വിഷയത്തിൽ അങ്ങനെ ഒരു അല്ല, അതൊക്കെ കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി മുമ്പാകെ നിൽക്കുന്ന പ്രശ്നമാണ്. അക്കാലത്ത് സുപ്രീം കോടതിയുടെ അന്തിമ വിധിയാണെന്ന് പറഞ്ഞ് നടപ്പാക്കാനായിട്ട് ശ്രമം നടത്തിയ കാലഘട്ടമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ വ്യത്യസ്തമായി അന്നത്തെ നിലപാടുകളെ പറ്റിയൊക്കെ എൻ്റെ ഒരു പുസ്തകം വരാൻ പോകുന്നുണ്ട് അടുത്ത ആഴ്ചയിൽ. ആ പുസ്തകത്തിൽ വിശദമായിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ അന്ന് ഇതൊരു മൂവ്മെൻ്റായി വിധി വന്നു കഴിഞ്ഞപ്പം മൂവ്മെൻ്റായി പന്തളത്ത് 50,000 സ്ത്രീകൾ പങ്കെടുക്കുന്നു, ചങ്ങനാശ്ശേരിയും ഒരുപാട് സംഭവങ്ങൾ എൻ്റെ സ്മൃതിപഥത്തിലുണ്ട്. പിറ്റേ ദിവസം തന്നെ സമരത്തിറങ്ങിയ ഒരു പ്രസ്ഥാനത്തിൽ അന്ന് ഞാൻ പ്രസിഡൻ്റായിരുന്നു, സ്റ്റേറ്റ് പ്രസിഡൻ്റായിരുന്നു. അതിൻ്റെ കാര്യങ്ങളുണ്ട്. തന്ത്രി എങ്ങനെ നട അടച്ചിട്ടു എന്നുള്ള കാര്യവും എൻ്റെ അടുത്ത ആഴ്ച വരുന്ന പുസ്തകത്തിലുണ്ട്. നേരത്തെ തന്നെ ഈ വിവാദമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് കൊടുത്ത പുസ്തകമാണത്. കോഴിക്കോട്ടെ പൂർണ്ണ പബ്ലിക്കേഷനാണ്. അത് വരുന്നുണ്ട്. അതിലത് വിശദമായിട്ട് പറയുന്നുണ്ട്. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വന്നാൽ എന്നെയും 100 കണക്കിന് ആളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ, ഒരു പ്രശ്നമില്ല, കണ്ടംപ്റ്റ് നിൽക്കില്ല. അപ്പോൾ അത് തന്നെ സുപ്രീം കോടതി വിധിച്ചില്ലേ? എന്നെയും തന്ത്രിയും കൂടെ ചേർത്തിട്ട് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് കൊടുത്തവരില്ലേ, തള്ളിപ്പോയില്ലേ? അപ്പോൾ അതൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇവിടെ വരുമ്പം ഒരു ഇതാണ്. നാളെ ഞാൻ അതുപോലെ തന്നെ വെള്ളാപ്പള്ളിയുടെ അടുത്ത് ഞാൻ പോകുന്ന ആളാണ്. ഇവർക്ക് 2 പേർക്ക് എൻ്റെ ഞാൻ കോമണായിട്ടുള്ള ആ കാലങ്ങളിൽ അറിയാം. നാളെ ഞാൻ അദ്ദേഹത്തെയും കാണുന്നുണ്ട്. അദ്ദേഹം സമയം ചെയ്തിട്ടുണ്ട്. അടുത്ത ബന്ധമുള്ളതുകൊണ്ട് ഒരു അനുനയനത്തിന് അല്ല, അനുനയത്തിന് പ്രശ്നമില്ല, തർക്കമില്ലല്ലോ. ഇതെന്തിനാ തർക്കം ഉണ്ടെങ്കിൽ അനുനയം വേണ്ടി വരുന്നുള്ളൂ. തീർച്ചയായിട്ടും ഹിന്ദു പ്രസ്ഥാനങ്ങൾ ചരിത്രപരമായി എന്നും അത് 50കളിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ സാമുദായിക സംഘടനകൾ, ആ സാമുദായിക സംഘടനകളുടെ ഉൽപ്പന്നമാണ് കേരള രാഷ്ട്രീയം. ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും ഒരു കാലത്തും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അന്ന് മന്നവും ശങ്കറും PK കുഞ്ഞും പട്ടംതാണ്ടുള്ളിയൊക്കെ, PK കുഞ്ഞെന്ന് പറഞ്ഞാൽ അന്ന് ലീഗിൻ്റെ സർവേന്ത്യ ലീഗിൻ്റെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനത് രേഖകളുടെ അടിസ്ഥാനത്തിലല്ല, സർവേന്ത്യ ലീഗിൻ്റെ ഉന്നത നേതാവായിരുന്നു ഒരു കാലത്ത്. നിവർത്തന പ്രക്ഷോഭത്തിലൊക്കെ PK കുഞ്ഞ് പങ്കെടുത്ത് അങ്ങനെയാണ്. പിന്നാണ് അദ്ദേഹം സോഷ്യലിസ്റ്റ് പാർട്ടി വന്നത്. ഈ പശ്ചാത്തലം ഞാൻ പറയാൻ കാരണം ട്രാവൻകൂർ കൊച്ചിൻ പൊളിറ്റിക്സ് ഏത് കാലത്തും അത് സമുദായിക പ്രസ്ഥാനങ്ങളോട് ബന്ധപ്പെട്ട ഉൽപ്പന്നമോ ഉൽപ്പന്നമോ ആണ്. അപ്പോൾ അതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നു. ഈ NSSൻ്റെ ആസ്ഥാനത്ത് അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. പങ്കെടുക്കാൻ വരുമ്പോൾ ചെങ്ങന്നൂർ സ്ഥാനാർത്ഥിയാകുമോ എന്നൊരു എന്നെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിൽ എന്നോട് ആരും സംസാരിച്ചിട്ടുമില്ല. ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഉണ്ടാവുമോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഞാനൊക്കെ ഒരു പഴയ തലമുറയുടെ പ്രതിനിധികളാണ്. രാഷ്ട്രീയത്തിൽ പുതിയ ആൾക്കാർക്ക് അവസരം നൽകണം. അങ്ങനെയാണ് പോകേണ്ടത്. ഉണ്ടാവുമോ ഇല്ലെന്നുള്ള സ്റ്റേറ്റ് വേ ക്വസ്റ്റിന് ഞാനിപ്പോൾ ആൻസർ ഇല്ല. പാർട്ടിയുടെ ആൾക്കാരാണ് അത് അനൗൺസ് ചെയ്യുന്നത്. എനിക്കതൊരു ആഗ്രഹമില്ല. ഐ ആം നോട്ട് ആൻ ആസ്പിറൻറ്റ് ഫോർ ദാറ്റ്. പാർട്ടി പറഞ്ഞാൽ കേൾക്കുമെന്നല്ലേ? അല്ല, ആസ്പിറൻറ്റ് അല്ല. എനിക്കതിന് മുമ്പാണെങ്കിൽ ഗവർണറായിരിക്കുമ്പോഴും എനിക്ക് ആസ്പിറൻ്റായിട്ട് ഞാൻ സ്വീകരിക്കാത്തതുകൊണ്ട് ഒരു മത്സരത്തിൽ ഒഴിവായ ആളാണ്. അന്ന് ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നു. ജനറൽ സെക്രട്ടറിയായിട്ട് സംസാരിച്ചപ്പോൾ ഈ BJP ആയിട്ട് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് മനസ്സിലായത്. ജനറൽ സെക്രട്ടറി ഒരിക്കലും BJPക്ക് എതിരല്ല. അത്രയും അതേ ഒരു നമ്മുടെ രാജ്യത്ത് ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയിൽ ശബരിമല പ്രശ്നം സ്റ്റേറ്റ് ഇഷ്യൂ ആണ്. സെൻട്രലിന് സൂപ്പർവൈസ് ചെയ്യാൻ സാധിക്കും. ഫോറസ്റ്റ് നിയമം ഉള്ളത് കൊണ്ട് ഫോറസ്റ്റ് നിയമത്തിൽ സെൻട്രൽ ഗവൺമെൻറ്
ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അനുമതിക്ക് വിധേയമായിട്ട് അവിടുത്തെ വികസനങ്ങൾ നടക്കുകയുള്ളൂ. ബാക്കി ഒരു കാര്യത്തിലും സ്റ്റേറ്റ് സബ്ജക്റ്റ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ശബരിമല പ്രശ്നമുണ്ടായി. കേരള നിയമസഭ പാസാക്കിയ നിയമം രാഷ്ട്രപതിയുടെ ഭരണം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പാസാക്കിയ നിയമം, ഈ രണ്ട് നിയമങ്ങളെയാണല്ലോ സുപ്രീം കോടതി പരിഗണിച്ചത്. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റും സെൻട്രൽ ലിസ്റ്റും ഉണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട ക്ഷേത്രങ്ങളിൽ കേന്ദ്രം നേരിട്ട് ഇടപെടാൻ നിയമപ്രകാരം പാടില്ല. അതേസമയത്ത് ഞാൻ പറയുന്നത് ശബരിമലയുടെ കാര്യത്തിൽ ഫോറസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾ സെൻട്രലിൻ്റെ പെർമിഷൻ വേണം. മറ്റുള്ള കാര്യങ്ങളിൽ ഞാനതിനെ ഇപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യം എനിക്കറിയാം, എന്ത് അടിസ്ഥാനത്തിലാണ് ചോദിച്ചതെന്നറിയാം. ഞാൻ ആരെയും കണ്ണിക്കാൻ ഒന്നും എനിക്കറിയാൻ അതിനെപ്പറ്റിയെങ്കിലും ഞാൻ കണ്ണിക്കാൻ ആളല്ല. ശരി.